ഞാനിന്ന് വന്നിരിക്കുന്നത് വീഡിയോയിൽ നിന്ന് ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനുമായിട്ടാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. കാരണം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാവില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഓടിച്ചേക്കാം. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് വീഡിയോനെയും ഹൈ ക്വാളിറ്റിയിൽ ഓഡിയോ ആക്കി മാറ്റാൻ സാധിക്കും. കൂടാതെ ഒട്ടനവധി ഫീച്ചേഴ്സും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അപ്പൊ കൂടുതൽ പറഞ്ഞ സമയങ്ങൾ ഇതില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാടധികം ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. അതായത് വീഡിയോന്റെ സ്പീഡ് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. വീഡിയോനെ കംപ്രസ് ചെയ്ത് കുറഞ്ഞ MB ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓഡിയോന്റെ സ്പീഡ് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ റിംഗ് ടൂൺ ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിൽ എങ്ങനെയാണ് വീഡിയോനെ ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നത് നോക്കാം. അതിനായിട്ട് മേലെ വീഡിയോ ടു ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് വീഡിയോനെയാണ് ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ താഴെ കാണുന്ന ഫോർമാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ MP3 സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം ഓപ്ഷൻസ് വരുന്നതാണ് സാധിക്കും. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കട്ടാണ്. അതായത് നമ്മുടെ വീഡിയോയുടെ ഏത് ഭാഗമാണോ നമുക്ക് ഓഡിയോ ആയിട്ട് എടുക്കേണ്ടത് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ ആ ഒരു ഓഡിയോന്റെ ക്വാളിറ്റി നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഫ്രീക്വൻസിയും ചാനലും ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൂടാതെ നമുക്ക് ഈ ഒരു ഓഡിയോന്റെ വോളിയം സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് വോളിയം ആണോ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ താഴെ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് ബിറ്റ് റേറ്റിൽ വേണോ അത് സെലക്ട് ചെയ്തതിനു ശേഷം താഴെ കൺവേർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു വീഡിയോ ഓഡിയോയിലേക്ക് ഇപ്പൊ കൺവേർട്ട് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ റിംഗ് ടൂൺ ആയിട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ ഉണ്ട്. അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ ഏത് വീഡിയോനെയും ഓഡിയോയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.